നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ LDF-നേറ്റ വൻ തോൽവിക്ക് CPM-നെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് LDF ഘടകകക്ഷിയായ NCP ശരത് പവാർ വിഭാഗം രംഗത്തെത്തിയിരിക്കുകയാണ്. കൊച്ചിയിൽ നടന്ന NCP സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിൽ അവതരിപ്പിച്ച രാഷ്ട്രീയ രേഖയിലെ പരാമർശങ്ങളാണ് CPM-ന് തലവേദന സൃഷ്ടിക്കുന്നത്. നേതൃത്വം തോറ്റതിൽ നിന്നും തോറ്റതിലേക്ക് പോയി എന്നും അതിനാൽ ജനങ്ങൾ സ്വയം രക്ഷാപ്രവർത്തനം നടത്തിയെന്നും അതിനാലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF-ന് കനത്ത പരാജയം ഉണ്ടായതെന്നും NCP കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായ പിഴവുകൾ, LDF കൺവീനറുടെ കൂട്ടുകെട്ടുകൾ, പിൻവാതിൽ നിയമനങ്ങൾ, SFIയുടെ ഗുണ്ടായിസം, നവകേരള സദസ്സ് എന്നിവയെല്ലാം പരാജയത്തിന് കാരണമായി എന്ന വിമർശനങ്ങളാണ് NCP ഉയർത്തിയത്. രണ്ടാം LDF സർക്കാരിലെ മന്ത്രിമാരുടെ പ്രവർത്തനത്തെയും യോഗം വിമർശിച്ചു. ഒന്നാം പിണറായി സർക്കാരിലെ മന്ത്രിമാരുടെ സേവനം വളരെ ഗുണം ചെയ്തെങ്കിൽ രണ്ടാം പിണറായി സർക്കാരിന് അത് നിലനിർത്താനായില്ല എന്നും പരാജയത്തിന് കാരണമായി എന്നും NCP കുറ്റപ്പെടുത്തി. വിലക്കയറ്റം, കുത്തഴിഞ്ഞ ആരോഗ്യ വകുപ്പ്, യാതൊരു ഉപകാരവും ഇല്ലാതായ സപ്ലൈകോ, KSRTC ജീവനക്കാരുടെ ദുരിത ജീവിതം, കരുവന്നൂർ തട്ടിപ്പ്, സഹകരണ മേഖലയിൽ ഉണ്ടാക്കിയ തിരിച്ചടി, PSC റാങ്ക് ലിസ്റ്റുകാരുടെ നിരന്തര സമരം, തിരഞ്ഞെടുപ്പ് സമയത്ത് കണ്ണൂരിലെ ബോംബ് സ്ഫോടനം ഉൾപ്പെടെ സമസ്ത മേഖലയിലും അസ്വസ്ഥതകൾ നുരഞ്ഞു പൊന്തിയത് കാണേണ്ടവർ കണ്ടില്ല എന്നും ഇവർ കുറ്റപ്പെടുത്തി. ഭരണത്തലവൻ എന്ന നിലയിൽ മുഖ്യമന്ത്രിക്കുണ്ടായ പിഴവുകളും വിലയിരുത്തപ്പെടേണ്ടത് തന്നെയാണ്. മാധ്യമങ്ങളെ ശത്രുപക്ഷത്ത് നിർത്താൻ പിണറായി വിജയൻ വഹിച്ച പങ്ക് വലുത് തന്നെയാണ്. സാധാരണ ജനങ്ങൾക്ക് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് എത്താൻ കഴിഞ്ഞില്ല. പൗരപ്രമുഖരെയും സാധാരണക്കാരെയും വേർതിരിച്ച് കോടികൾ ചിലവഴിച്ചുള്ള യാത്രയെന്ന ദുഷ്പേര് സമ്പാദിക്കാൻ മാത്രമേ നവകേരള സദസ്സിന് കഴിഞ്ഞുള്ളൂവെന്നും അവർ കുറ്റപ്പെടുത്തി. പൊതുജനങ്ങളിൽ നിന്ന് സ്വീകരിച്ച പരാതികളിൽ എത്ര എണ്ണം തീർപ്പായി എന്ന് പറയാൻ പോലും കഴിയാത്ത അവസ്ഥയായി. LDF-നൊപ്പം എന്നും ഉണ്ടായിരുന്ന സർക്കാർ ജീവനക്കാരെയും കൈവിട്ടു. DA കുടിശ്ശിക ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഭരണകക്ഷി യൂണിയനിൽപ്പെട്ട ജീവനക്കാർ പോലും മാറി ചിന്തിച്ചു. പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതര വീഴ്ചകൾ, സിദ്ധാർത്ഥിന്റെ മരണം ഉൾപ്പെടെ SFIയുടെ കാലാകാലങ്ങളായ ഗുണ്ടായിസ രാഷ്ട്രീയം തുടങ്ങിയവ പൊതുസമൂഹത്തിൽ ശക്തമായ പ്രതിഷേധം തന്നെ ഉണ്ടാക്കി. കാലാകാലങ്ങളിൽ ജനാധിപത്യ സംസ്കാരത്തിന് വിലങ്ങുതടിയായി നിൽക്കുന്ന SFIയെ CPM നിയന്ത്രിക്കണം. വിവിധ വകുപ്പുകളിൽ നടത്തിയിട്ടുള്ള പിൻവാതിൽ നിയമനങ്ങളിൽ സർക്കാരിന്റെ പ്രതിച്ഛായയ്ക്ക് കളങ്കമുണ്ടാക്കിയെന്നും രാഷ്ട്രീയ രേഖയിൽ പറയുന്നു. കേരളീയം, നവകേരള സദസ്സ്, ലോക കേരള സഭ, സുപ്രീം കോടതിയിൽ അഭിഭാഷകർക്ക് കൊടുത്ത ഭീമമായ ഫീസ് തുടങ്ങിയവയെല്ലാം തന്നെ സർക്കാരിന്റെ ധൂർത്താണ് എന്ന് ആക്ഷേപിക്കപ്പെട്ടപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി എന്ന മുറവിളി ജനങ്ങളുടെ മനസ്സിൽ ഏശിയില്ല. ക്ഷേമ പെൻഷൻ മുടങ്ങിയത് പരാജയത്തിനൊരു പ്രധാന കാരണമായി എങ്കിലും ജനമധ്യത്തിൽ എടുത്തു പറയത്തക്ക ഭരണ നേട്ടങ്ങൾ ഉയർത്തി കാണിക്കാൻ LDF-ന് കഴിഞ്ഞില്ല എന്നും രാഷ്ട്രീയ രേഖയിൽ പറയുന്നു. പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് PC ചാക്കോയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സർക്കാരിനെതിരെ രൂക്ഷമായ കുറ്റപ്പെടുത്തലുകളാണ് ഉണ്ടായത്.